അവിടെ സമാനമായ തരത്തിൽ കുഞ്ഞിനെ സംസ്കരിച്ചിരിക്കുന്ന സ്ഥലത്തും ചില നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കുഞ്ഞിൻ്റെ ചിത്രം ഉൾപ്പെടെ പതിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ എന്നോടൊപ്പം അഖിലിൻ്റെ അച്ഛൻ സുനിൽകുമാർ, അതായത് ഈ കുഞ്ഞിൻ്റെ മുത്തച്ഛൻ ചേരുന്നു. വലിയ വേദനയ്ക്ക് നടുവിലാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഈ കുടുംബം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസ്ഥയിൽ എങ്ങനെ ഇത്തരം കാര്യങ്ങൾ വിശദീകരിച്ച് ചോദിക്കുമെന്ന് അറിയില്ല. പക്ഷേ കേരളത്തിൻ്റെ മനസാക്ഷി ഞെട്ടിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ്. ഈ കുഞ്ഞിനെ അച്ഛൻ എന്നാണ് അവസാനമായിട്ട് കണ്ടത്? ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും കാണുന്നത് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ വെച്ചാണ് കുഞ്ഞിനെ ആദ്യമായിട്ടും അവസാനമായിട്ടും കാണുന്നത്. കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ട് കണ്ടിട്ടേ ഇല്ല. കാണാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു. അന്ന് അവരാരും സമ്മതിച്ചില്ല. വേറൊന്നുമല്ല, നമ്മൾ വിചാരിച്ചു ഇവള് ആശുപത്രി ഡെലിവറി സമയത്ത് നമ്മൾ അറിയിക്കുമെന്നാണ് കരുതിയത്. അത് അറിയിച്ചില്ല. അത് കഴിഞ്ഞിട്ട് നൂലുകെട്ട് സമയമാകുമ്പോഴത്തേക്കും അറിയിക്കുമെന്ന് കരുതി. അത് കഴിഞ്ഞില്ല. പിന്നെ നമുക്ക് നിയമവശമായിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഇതില്ല നമുക്ക്. കാരണം കൊച്ചു കുട്ടിയാണല്ലോ. അതുകൊണ്ടാണ് നമുക്ക് നിയമവശം തേടാൻ പോകാത്തത്. അതിനുശേഷം ഇതിനിടയ്ക്ക് ഈ അസ്കർ എന്ന ആൾ ഇതിനിടയ്ക്ക് വന്നത് നമുക്ക് നിയമസാധ്യത ഉണ്ട് എന്നുള്ളൊരു ഇതുകൊണ്ട് ചോദിക്കാൻ തുടങ്ങുമ്പോഴാണ് ഒരു 3 മാസം മുമ്പ് കുഞ്ഞിനെ നമ്മളെ ഏൽപ്പിക്കാം എന്ന് ഒരു തേർഡ് പാർട്ടി ഇതിനകത്ത് കടന്നു വരുന്നത്. അതായത് അങ്ങനെ ഒരു ഉറപ്പ് നൽകിയായിരുന്നു. അതായത് ഈ അഖില പ്രോഗ്രാമിന് പോകുന്ന ഡാൻസ് ട്രൂപ്പിൻ്റെ ടീച്ചറാണ് അങ്ങനെ ഒരു ഉറപ്പ് നൽകിയത്. അത് കഴിഞ്ഞിട്ട് ഡാൻസ് ട്രൂപ്പ് ടീച്ചറിനെ ഞാൻ വിളിക്കുമ്പോഴത്തേക്ക് അവർ ഫോൺ എടുക്കുകയോ ഈ നിമിഷം വരെയും ഇതേവരെയും അവർ ഈ കുഞ്ഞിൻ്റെ കാര്യം ഇത്രയും മനസാക്ഷി ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടും അവർ ഇതുവരെ ഈ കുഞ്ഞിനെ ഒന്ന് കാണാൻ വരികയോ ഇതിൻ്റെ കാര്യങ്ങൾക്ക് പങ്കെടുക്കുകയോ എന്നെ ഒന്ന് ഫോൺ കോൾ പോലും ചെയ്ത് ചോദിക്കാനുള്ള മനസ്സ് ടീച്ചർ ഇതുവരെ കാണിച്ചിട്ടില്ല. അല്ല, ഇതിൽ ഈ കുഞ്ഞിന് ഇങ്ങനെ ക്രൂരമായി മർദ്ദനം ഏൽക്കുന്നുണ്ട് എന്ന കാര്യം നേരത്തെ നിങ്ങൾ അറിഞ്ഞില്ല. കൃത്യമായിട്ട് ഞാൻ ഓടി എത്തുമായിരുന്നു. എൻ്റെ കുഞ്ഞിനെ ഞാൻ രക്ഷിച്ചെടുക്കുമായിരുന്നു. അങ്ങനെ ഒരു സൂചന എനിക്ക് ചെറു സൂചന പോലും കിട്ടിയില്ലായിരുന്നു. എനിക്ക് 29-ാം തീയതി നിങ്ങൾ എന്താണ് അറിഞ്ഞത്? എന്നെ 29-ാം തീയതി അറിയിച്ചെന്ന് പറഞ്ഞാൽ 29-ാം തീയതി ഈ 3 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ തുടങ്ങിയതാണല്ലോ ഈ കുഞ്ഞിനെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട്. അവസാനമായി പറഞ്ഞത് ഞാൻ ഈ കുഞ്ഞ് മരിക്കുന്നതിന് ഒരു 5 ദിവസം മുമ്പ് വിളിച്ചപ്പോഴത്തേക്കും ഈ അഖില പറയുന്നത് ഞാൻ തമിഴ്നാട്ടിൽ നിൽക്കുകയാണ്, വന്നിട്ട് ഉടനെ കുഞ്ഞിനെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കാനുള്ള സംവിധാനം ചെയ്യാം എന്ന് പറഞ്ഞു. എന്നാണത് പറഞ്ഞത് ഒരു ഈ കഴിഞ്ഞ മാസം 26-ാം തീയതിയോടടുപ്പിച്ചാണ് എന്നോട് പറഞ്ഞത്. 26-ാം തീയതി. അപ്പോൾ 30-ാം തീയതി തിരികെ വരും. തിരികെ വന്നിട്ട് കുഞ്ഞിനെ തരാമെന്നാണ് പറഞ്ഞത്. തിരികെ വന്നു, കുഞ്ഞിനെ തന്നു. ഈ ജീവച്ഛവമായിട്ടാണ് അവൾ കുഞ്ഞിനെ തിരികെ തന്നത്. ഇത് ഈ അഖിലയ്ക്ക് ഇത് അങ്ങനെ എന്തെങ്കിലും ഒരു ഇതിനകത്ത് അഖിലയ്ക്കും പൂർണ്ണമായ പങ്കുണ്ട്. അതുപോലെ തന്നെ അഖിലയുടെ അമ്മയ്ക്കും ഇതിനകത്ത് പങ്കുണ്ട്. ഈ ഡാൻസ് ടീച്ചറാണ് ഇതിനകത്ത് മെയിൻ. ഈ ഡാൻസ് ടീച്ചറും അഷ്കറും തമ്മിൽ എന്തോ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. എൻ്റെ മകനെയും മകളെയും കൂട്ടിമുട്ടിച്ചത് ഈ ഡാൻസ് ടീച്ചറാണ്. അതുപോലെ തന്നെ ഈ അഷ്കറിനെയും ഈ അഖിലയും കൂട്ടിമുട്ടിച്ചതും ഈ ഡാൻസ് ടീച്ചർ തന്നെയാണ്. അവർക്ക് ഇതിനകത്ത് വ്യക്തമായ പങ്കുണ്ട്. അവർ ഇത് ഇപ്പം ഒന്നും അറിയാത്തതുപോലെ ഒളിച്ചു മാറി നിൽക്കുകയാണ്. അവരെ അന്വേഷണത്തിൽ കണ്ടെത്തി അത് പോലീസ് ഉദ്യോഗസ്ഥർ അതിന് വേണ്ട നടപടി എടുക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ മൊഴി എടുക്കാൻ പോലീസ് എത്തിയിരുന്നുണ്ട്? പോലീസ് ഞാൻ അവിടെ സ്റ്റേഷനിൽ തന്നെ വിളിപ്പിച്ചു. ഞാൻ മൊഴി കൊടുത്തിട്ടുണ്ട്. എന്താ ചെയ്യുന്നത്? എനിക്ക് കൂലിപ്പണിയാണ്, പ്ലംബിങ്ങിൻ്റെ ജോലിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 മക്കളായിരുന്നു? 2 മക്കളായിരുന്നു. 2 മക്കൾ മരണപ്പെട്ടു. പിന്നെ ജീവിതത്തിൽ പിന്നെ ഒരു ആശയം ഉണ്ടായിരുന്ന നമ്മുടെ രക്തത്തിലുള്ള ഈ കുഞ്ഞെങ്കിലും നമുക്കുണ്ട്. അവന് വേണ്ടി അങ്ങനെ ഒരു ആശയോടുകൂടിയാണ് ജീവിച്ചിരുന്നത്. അപ്പം ആ പ്രതീക്ഷയും കെട്ടടങ്ങി. ഇനിയുള്ള ഒരു നമ്മൾ ഇങ്ങനെ ഞാനും എൻ്റെ ഭാര്യയും നോക്കിക്കാണുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ കൊല്ലാനുള്ള ഒരു വിധിയെ കാത്താണ് ഞാനും എൻ്റെ ഭാര്യയും കഴിയുന്നത്. അതിനപ്പുറം അദ്ദേഹത്തോട് മറ്റൊന്നും ചോദിക്കാൻ കഴിയില്ല. അങ്ങനെ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല. അത്രയും വൈകാരികമായി തളർന്ന ഒരവസ്ഥയിലാണ് ഈ സുനിൽകുമാറും അദ്ദേഹത്തിൻ്റെ കുടുംബവുമുള്ളത്. എന്തായാലും പോലീസിൻ്റെ അന്വേഷണം മറ്റൊരു ദിശയിലേക്ക് കടക്കുകയാണ്. നെടുമങ്ങാട് DYSPയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വിശദമായ അന്വേഷണത്തിലൂടെ ഈ ദാരുണമായ സംഭവത്തിലേക്ക് നയിച്ച യഥാർത്ഥ കാരണങ്ങൾ എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളുടെ ഒരു വ്യക്തത വരുമെന്ന പ്രതീക്ഷയിലാണ് പോലീസുള്ളത്. പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി എടുത്തു പറയാനുള്ളത്, ഈ സംഭവങ്ങളിൽ ഈ അഷ്കർ നേരിട്ട് പങ്കെടുക്കുന്നു.
മറ്റാർക്കെങ്കിലും ഇത് അറിവുണ്ടായിരുന്നു എന്ന കാര്യത്തെക്കുറിച്ച് പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തി. അതിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ അഖിലയുടെ മൗന സമ്മതത്തോടെയാണ്, അതായത് ഈ കുഞ്ഞിൻ്റെ അമ്മ അഖിലയുടെ മൗന സമ്മതത്തോടെയാണ് ഈ 1.5 വയസ്സുകാരന് നേരെ ഇങ്ങനെ ഈ ക്രൂരമായ മർദ്ദനങ്ങൾ, പീഡനമുറകളൊക്കെ അരങ്ങേറിയിരുന്നത് എന്ന കൃത്യമായ തെളിവുകൾ കൂടി, വിവരങ്ങൾ കൂടി പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അഷ്കറിനൊപ്പം കൂട്ടുപ്രതിയായി അഖിലയും മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിൽ ഏത് തരത്തിലായിരിക്കും തുടർ നീക്കങ്ങൾ എന്നാണ് നമുക്കറിയാനുള്ളത്. എന്താണ് ഒരു എനിക്കിതിൽ ഒന്നുകൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ കുഞ്ഞിനെ 30-ാം തീയതി അഖിലെ കൊണ്ട് തരാമെന്ന് പറഞ്ഞിരുന്നല്ലോ എൻ്റെ അടുത്ത്. നമ്മൾ വന്നിട്ട് സംസാരിച്ച് കുഞ്ഞിനെ തരാനുള്ള ഏർപ്പാട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ അഷ്കറിൻ്റെ ഒരു സുഹൃത്ത് എന്നെ അവൻ താമസിച്ചിരുന്ന സ്ഥലത്ത് എന്നോട് വിളിച്ച് പറഞ്ഞ്, ഈ സംഭവത്തിന് ശേഷമാണ് എന്നോട് പറയുന്നത്, അച്ഛാ ഇതേപോലെ ഈ ഡാൻസ് ടീച്ചർ അഖിലയോട് വിളിച്ച് പറഞ്ഞത് ഒരു കാരണവശാലും എന്നെയും എൻ്റെ ഭാര്യയുടെ കയ്യിലും എവളുടെ അമ്മയുടെ കയ്യിലും കുഞ്ഞിനെ ഒരു കാരണവശാലും ഏൽപ്പിക്കരുതെന്ന് ഈ ഡാൻസ് ടീച്ചർ പറഞ്ഞതായിട്ട് എനിക്ക് അറിവ് കിട്ടി. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാനിടയെ? അതാണ് ഞാൻ പറഞ്ഞത്. അതിന് ആ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടീച്ചറിനും അഷ്കറിനെ അറിയാവൂ. ഓക്കെ, എന്തായാലും അവർ ഉന്നയിക്കുന്ന, ഈ കുടുംബം ഉന്നയിക്കുന്ന ആ സംശയത്തിലേക്ക് കൂടി പോലീസിൻ്റെ അന്വേഷണം നീളും. അവരെ കൂടി ചോദ്യം ചെയ്യുമെന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ ആ ചോദ്യം ചെയ്യലിലൂടെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന ദുരൂഹതകളെല്ലാം മാറുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബവുമുള്ളത്. ഡാന, ഒരു കാര്യം കൂടി, നമുക്ക് പിതാവിനോട് അത്രയധികം ദുഃഖം നേരി നിൽക്കുന്ന കുട്ടിയാണ്. എല്ലാവരും നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ തൻ്റെ മകൻ്റെ രക്തത്തിൽ പേർന്ന ആ കുഞ്ഞിൻ്റെ ശരീരം എങ്കിലും എൻ്റെ പറമ്പിൽ, എൻ്റെ പുരയിടത്തിൽ സംസ്കരിക്കണമെന്ന് ആഗ്രഹിച്ചൊരു പിതാവാണെന്ന് മനസ്സിലാക്കാം. അതാണല്ലോ സാഹചര്യം. യഥാർത്ഥത്തിൽ ഈ അഖിലയുടെ, ഈ സുൽകുമാറിൻ്റെ മകൻ്റെ അവരുടെ കുടുംബജീവിതത്തിൽ തുടക്കത്തിൽ തന്നെ ചില പാകപ്പിഴകൾ ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ച് എന്തെങ്കിലും പിതാവിൻ്റെ പ്രതികരണം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? നമുക്ക് അതുകൂടി അദ്ദേഹത്തോട് ചോദിക്കാം. ഇങ്ങനെ ചോദിക്കേണ്ടി വരുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. മകൻ ജീവനോടെ ഇല്ല ഇപ്പോൾ. എന്താണ് ഈ 2024 അഖിൽ ജീവൻ കൊടുക്കുന്നത്? അതിലേക്ക് നയിച്ച സാഹചര്യം, ഈ കുടുംബപ്രശ്നങ്ങൾ എന്തായിരുന്നു എൻ്റെ പ്രശ്നം? കുടുംബപ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ അഖില വേറൊരു പയ്യനുമായിട്ട് ബന്ധത്തിലായിരിക്കുമ്പോഴാണ് എൻ്റെ മകനെ കണ്ടുമുട്ടുന്നത്. അവന് ആ പയ്യനുമായിട്ടുള്ള ചാറ്റ് ഇവൻ കണ്ടുപിടിക്കുകയും അതിൽ തുടർന്നുണ്ടാകുന്ന കുടുംബ വഴക്കാണ് മെയിൻ വിഷയം. പിന്നെ അതൊന്ന്. രണ്ടാമത്, ഇവർക്ക് നമ്മുടെ ഈ പെണ്ണിൻ്റെ വിധവ ആയതുകൊണ്ട് ഇത് വിവാഹം കഴിക്കുമ്പോൾ രജിസ്റ്റർ മാരേജാണ് കഴിച്ചത്. അതിൻ്റെ ആ സർട്ടിഫിക്കറ്റ് സർക്കാരിന് ധനസഹായം കിട്ടും. ആ ധനസഹായം ചോദിക്കാനായിട്ട് എൻ്റെ മകൻ പോവുകയും അത് നിനക്കെന്ത് അവകാശം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തുടർന്നും ഈ വഴക്കുകളുണ്ട്. അങ്ങനെയാണ് കുടുംബ വഴക്കുകൾ ആരംഭിക്കുന്നത്. ഈ അഖിലിന് തൻ്റെ കുഞ്ഞിനെ കാണാനുള്ള അവസരം ഉണ്ടായില്ലേ? ഉണ്ടായില്ല. അവൻ മരിക്കുമ്പോൾ അവൾ 3 മാസം ഗർഭിണിയാണ്. അതിനിടയിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇവനെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇവൾ പാലോട് പോലീസ് സ്റ്റേഷനിൽ എഴുതി വെച്ച് പോവുകയും ചെയ്തു. പിന്നെ ഈ കുഞ്ഞുണ്ടായ നിങ്ങൾ എങ്ങനെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ, ഈ കുഞ്ഞുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടിരുന്നത്? നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ഉണ്ട്, അവരെ മൊബൈലിലൊക്കെ വരുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ മുഖം പോലും നേരത്തെ കണ്ടിട്ടില്ല. ഒരിക്കൽ പോലും ശ്രമിച്ചിരുന്നു, പലവട്ടം ശ്രമിച്ചിരുന്നു. ഈ അഖിലയുടെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം നിങ്ങളോട് ഇവിടെ വരികയോ അങ്ങനെ എന്തെങ്കിലും? അഖിലയുടെ അമ്മയും സഹോദരങ്ങളും ബന്ധുക്കളൊക്കെ വന്നായിരുന്നു. അവർ വന്ന് ചടങ്ങിലൊക്കെ പങ്കെടുത്തിട്ട് അവർ പോയി എന്ന് അത്രയേ ഉള്ളൂ. നിലവിൽ പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ തൃപ്തിയുണ്ട്. അവരോട് ഞാനും സഹകരിക്കുന്നുണ്ട്. അവരെന്നോട് കൂടുതലും ശല്യപ്പെടുത്താറില്ല. കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അവരതിൻ്റെ നടപടി നീക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി നമ്മുടെ ബിന്ദു കൃഷ്ണ മാഡം നല്ല രീതിയിൽ നമ്മളെ കൂടെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു, അവരും കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ നിയമവശങ്ങളും ഇവർക്ക് ഒരു പഴുതുപോലും ഇല്ലാത്ത രീതിയിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന അവരുടെ കൊല്ലാനുള്ള രണ്ടുപേർക്കും ആ ശിക്ഷ തന്നെ കിട്ടണമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഇനി അതിനുള്ള ജീവിതമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. താങ്ങാൻ പറ്റാത്ത ദുഃഖമാണെന്നറിയാം, പക്ഷേ ഞങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. എന്തായാലും ഇതാണ് സാഹചര്യം. ആ കുടുംബം പങ്കുവെക്കുന്ന വേദനകൾ അതാണ്. ഇനി അവർ കാത്തിരിക്കുന്നത് മകൻ്റെയും ഈ കുഞ്ഞിൻ്റെയും ഒക്കെ ദാരുണമായ മരണത്തിന് കാരണക്കാരായവർ വിധിക്ക് മുമ്പിൽ, നിയമത്തിന് മുമ്പിലേക്ക് എത്തുമ്പോൾ അവിടുന്ന് പരമാവധി ശിക്ഷ അവർക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.